വെൽക്കം ടു ഡേ 2 ഓഫ് കലംകാരി. അതിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ബോർഡേഴ്സാണ്. അപ്പോൾ അതിന് ഞാൻ 1 സ്കെയിൽ ലെങ്ത് അല്ല ഇത്തവണ എടുത്തിരിക്കുന്നത്. കുറച്ച് 1 സ്കെയിലിനെക്കാട്ടും ഒരു 2 സെൻറ്റിമീറ്റർ കൂടുതലുള്ള ഒരു ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് ഫ്രീ ഹാൻഡ് ആയതുകൊണ്ട് ഞാൻ എക്സാക്റ്റ് കണക്കൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഒരു വേവ് വന്ന പോലെ ലാസ്റ്റ് ചെയ്ത് അതേപോലെ ഇതാ ഒരു വേവ് ഇട്ടു. ഇനി അതിൻ്റെ സെക്കൻഡ് ലെയറും കൂടെ കൊടുക്കണം. സെക്കൻഡ് ലെയർ ഞാൻ ഇട്ടു. ഇനി ഇത് ഒരു സ്ട്രീമിൽ നമ്മൾ സാധാരണ ഒരു പൂവൊരു ഇല വരും, പൂവൊരു ഇല വരും, അങ്ങനെയല്ല, മൾട്ടിപ്പിൾ ഡിസൈൻസ് ഇതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാ ഇങ്ങനൊരു ലൈൻ ഇട്ടു. ഓക്കെ, ഇങ്ങനെ ഒരു കേർവ് ചെയ്തിട്ടുള്ളൊരു ലൈൻ ഇട്ടു. അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഭാഗം കൊണ്ടുവന്നു. സോറി കേട്ടോ, നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടു, എന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നു. ഇനി ഇവിടെ നിന്ന് ഒരു നെക്സ്റ്റ് ഒരു ജമ്പാണ്. ജമ്പായിട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവന്നു. ഇനി ഇതിനെ ഇപ്പുറത്തേക്ക് ഇവിടം വരെ കൊണ്ടുവരിക. എന്നിട്ട് അവിടെ നിന്ന് ഒരു കേർവ് ചെയ്തിട്ട് ഇങ്ങനെ. നമുക്ക് ടെക്നിക്കലി ഒരു ടീ പോലെ ഉണ്ടാവും, പക്ഷെ കുറച്ചും കൂടെ ഒരു ഫ്ലോയി ടൈപ്പ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഡിസൈൻ. ഇനി സെക്കൻഡ് ഡിസൈൻ ഇപ്പുറത്തെ സൈഡിലാണ് വരിക. 2 ലൈൻ ഇട്ടു. നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലത്തെ വലിയ ഇലയില്ല, വലിയ ഇല കൊടുത്തു. ഇനി ഈ ഇലയുടെ ഇവിടെ 1 2 ലൈൻ കൊടുക്കുക. അടുത്തത് ഈ ഒരു പ്രിൻ്റ്, ഇപ്പുറത്ത് 1 2 ഇതേ പ്രിൻ്റ്, നടുവിലൊക്കെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. നല്ല ഡെക്കറേറ്റീവ് ആയില്ലേ. ഇനി ഇതേ പ്രിൻ്റാണ് വരയ്ക്കേണ്ടത്. ഇതെങ്ങനെയാണ്? ഇങ്ങനെ വരച്ചു, കൊണ്ടുവന്നു, അടുത്തൊരു ജമ്പ് കൊടുത്തു. ഇങ്ങനെ നമ്മുടെ ടീന് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് ടി എഴുതുക, ടി ഫോർ ടി, ടി ഫോർ ദ, അതിൻ്റെയൊക്കെ. അപ്പോൾ അതിനെ കുറച്ചും കൂടി ഇങ്ങനെ കേർവ് ചെയ്തൊക്കെ വരച്ചു കൊടുത്താൽ മതി. ഇനി അടുത്തത് വീണ്ടും ഇങ്ങനെ കൊണ്ടുവരാം. അവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഒരു പോയിൻ്റ്, ഒരു സ്വേർഡിൻ്റെയൊക്കെ എൻട്രൻസ് പോലെ ആയില്ലേ. ഇനി അവിടെ നിന്ന് ഒരു എസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നല്ല ലോങ് ആയിട്ടുള്ള എസ്. ഇനി ആ എസ്സിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കൊണ്ടുവരിക. വീണ്ടും ഒരു ചാട്ടം, അത് ഇവിടെ കൊണ്ടുവരിക. ഇങ്ങനെ ഒരു 3 പെറ്റലുള്ള ലീഫ് പോലെ തോന്നണത്. ഇനി നമുക്ക് അടുത്തത് ഈ ഇല വീണ്ടും കൊടുക്കുക. നമ്മൾ 1 2 കൊടുത്തു. മൂന്നാമത്തത് ഈ റാ 1 2. നെക്സ്റ്റ് ഇത് ഈ ഒരു പൂ, ഇടയിൽ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെയൊക്കെ ഫ്ലോറൽ കൊടുക്കും. ഇതാണ് ഒരു ബോർഡർ വരുന്നത്. ഇനി നെക്സ്റ്റ് ബോർഡർ ഇതേപോലെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാട്ടോ കൊടുക്കണേ. ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ഒരു വേവ് കൊടുക്കുകയാണ്. ആ വേവിന് രണ്ടാമതൊരു ലെയറും കൂടെ കൊടുക്കുകയാണ്. കണ്ടില്ലേ? ഇനി ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഒരു ലെയർ, 2, മൂന്നാമത്തെ ലെയർ റാ എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഇനി അടുത്ത ലെയർ ചെയ്യേണ്ടത്, ഇത് എല്ലാത്തിലും കോമൺ ആണ് കേട്ടോ. അടുത്ത ലെയർ കൊടുക്കേണ്ടത് 1 2 ലോങ്, 1 2 മൂന്നാമത്തത് ലോങ്, മൂന്നാമത്തത് ഇനി എല്ലാത്തിനെയും മൂന്നാമത്തതായ ലോങ് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ 1 2 അറ്റത്ത് മാത്രം 2 കൊടുത്താൽ മതി, ബാക്കിയെല്ലാം മൂന്നാമത്തത്. ഇതാ ഇങ്ങനെ സ്ലിമ്മായിട്ടുള്ള കൊടുത്തു. അത് ഈ കുഴിയിലാണ് നമ്മൾ കൊടുത്തത്. അപ്പം ഇനി ഈ കുഴിയിലും വരണം. അപ്പോൾ 1 2, ഇത് അങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ അവിടേക്ക് ചെയ്യുന്നു. 1 2 കൊടുത്തു.
ഇവിടെ ഒന്നുകൂടെ കൊടുക്കാം. ഒന്ന് ഇത്രയില്ലേ. ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ലീഫ് കൊടുക്കാം. ലീഫ് ഏതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഇതേ സാധനം. ഇത് പ്രാക്ടീസ് ചെയ്യണത് നല്ലതാണ്, കാരണം ഇത് കുറേ വരും നമുക്ക്. ഇതാണ് നെക്സ്റ്റ് വൺ. 2 സ്കെയിൽ ലെങ്ത്തും പ്ലസ് അതിൻ്റെ ഒരു പകുതിയും വെച്ച് ഞാൻ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഡിസൈൻസാണ്. ഞാൻ ഫസ്റ്റ് ലെയർ ഈ ഒരു ഫ്രണ്ട് കൊടുക്കുകയാണ്. അടുത്തത് ഒരെണ്ണം, പിന്നെ ഒരു മാങ്ങ പോലത്തെ ഡിസൈൻ. നമ്മളിത് മറ്റ് പെയിൻറ്റിങ്ങുകളിലൊക്കെ വരച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ഡലയിൽ വരച്ചിട്ടുണ്ട്. ഇത് നിറയെ ഇങ്ങനെയായി. ഇനി ഈ വലുതിന് നമുക്കിനിയും വരയ്ക്കാം. അതായത് ഇങ്ങനെ ഒരു കേർവ് ചെയ്ത് ഒരു വളവ് കൊണ്ടുവരിക, ഇപ്പുറത്തുനിന്ന് അതിനെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിക്കുക. ഇനി ഇതേ ഡിസൈൻ ഉള്ളിൽ വരയ്ക്കണം. ഉള്ളിലൊരു വട്ടം, വീണ്ടും ഒരു കേർവ് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക. ഒരു കേർവ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു വളവിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുക. എന്നിട്ട് ഇപ്പുറത്തുനിന്ന് അത് നേരെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലെയർ. ഇത് ഫസ്റ്റ് ലെയർ ഈ സെക്കൻഡ് ലെയർ ഇത് ഇത്രയും. ഇനി തേർഡ് ലെയർ നമ്മൾ ഇതിന് ചുറ്റും വീണ്ടും ഇതേ പ്രിൻ്റ് കൊടുക്കുകയാണ്. ഇത്രയായില്ലേ. ഇനി ഈ ഗ്യാപ്പിൽ സ്പൈറൽസ് കൊടുക്കുക. 1 2 മൂന്നാമത്തെ ലെയർ, വീണ്ടും 1 2 3 4, വീണ്ടും 1 2 3. ഇനി ഇവിടെ ഒരു വട്ടം, ഇവിടെ ഒരു നമ്മുടെ ഡ്രോപ്ലെറ്റ് പോലത്തെ സിമ്പൽ. ഇത് ഭയങ്കര ലെങ്തിയാണ് എനിക്കറിയാം. ഇനി 1 2 വീണ്ടും ലെയർ കൊടുത്തു. 1 2 3 ഫോർത്ത് ലെയർ ഇങ്ങനെ വരും. 1 2 തേർഡ് ലെയർ സ്പൈറൽ ഇങ്ങനെ ഒരു വട്ടം ഇങ്ങനെ. ഇതുണ്ടോ, ഇങ്ങനെ വരുന്നതാണ് ഈ ഭംഗിയിട്ട് ഈ കലംകാരിയുടെ. നിങ്ങൾ ആ കലംകാരിയുടെ ഡ്രസ്സൊക്കെ നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെയാണ് ഈ പ്രിൻ്റുകൾ വരുന്നത്. കുറച്ച് ഫ്രീ ഹാൻഡായിട്ട്, കാരണം ഇത് ആൾക്കാർ പെണ്ണുകൊണ്ട് വരയ്ക്കുന്നതാണ്. ഇതിപ്പോൾ 3 വരയ്ക്കുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ 2 സ്കെയിലിൻ്റെ വീതിയിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഗോൺ ബിഗർ വൺ. ഈ വീഡിയോ ഒരു 5 മിനിറ്റൊക്കെ ഉണ്ടാവും, കുറച്ച് നീളം കൂടിയതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിനെ നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ ഒരു ഫ്ലവറാണ്, 1 ഒരു ലെയർ, സെക്കൻഡ് ലെയർ, ഇനി തേർഡ് ലെയർ നമ്മുടെ ഈ ഒരു വെറുതെ ഉള്ള പ്രിൻ്റ്, ഫോർത്ത് ലെയർ 1 2 1 2. ഇതൊക്കെ നമ്മൾ എപ്പോഴും വരയ്ക്കാറുള്ള പോലത്തെ പൂവാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ ന മാത്രം ഇങ്ങനെ സിമ്പിളായിട്ട് ഇടാവൂ കേട്ടോ.
ഒരു ലെയർ കൂടി ഉണ്ടെന്ന് കാണിക്കാനാണ്. അറ്റം വരെ വരണ്ട, ഇത്രയും മതി. ഇനി അടുത്ത സെറ്റിലേക്ക് പോകണം. ഇതിൻ്റെ ഇടയിലൊരു ക്രീപ്പർ വരും, ഒരു വൈൻസ് വരും. ഒന്ന്, എന്നിട്ട് ആ വൈൻ ഇങ്ങനെ പോയി ഇവിടെ വെച്ച് അവസാനിക്കണം. ഇനി അടുത്ത ലെയർ വൈന് ഇങ്ങനെ വന്ന് ഓപ്പോസിറ്റിലേക്ക് പോകണം. നമുക്ക് 2 വൈൻ വന്നു, ഒരു വൈൻ ഇങ്ങനെ അപ്പിലേക്ക് വന്നു, ഡൗൺ ഇങ്ങോട്ട് പോയി. ഇനി അടുത്തത് അതേ ഡയറക്ഷനിൽ വന്നിട്ട് പക്ഷേ ഇപ്പുറത്തേക്കാണ് പോണത്. ഇനി ഇവിടെ നമുക്ക് 2 ലീഫ് വരയ്ക്കണം. രണ്ട് ലീഫായി. സോ സെക്കൻഡ് സെഗ്മെൻറ്റ് ഇസ് ഡൺ ഇതിൻ്റെ. ഇനി അടുത്ത സെഗ്മെൻറ്റ് ഈ സാധനമില്ലേ, ഇതിങ്ങനെ പോയി വീണ്ടും ഒരു വളവെടുക്കണം, ഇങ്ങനെ ഒരു എസ് പോലെ. ഓക്കെ, എന്നിട്ട് അത് ഇവിടെ നിന്ന് വരിക, വന്നു കഴിഞ്ഞാൽ 1 2 3 എന്ന് പറഞ്ഞ് ഇതിൽ കൊണ്ടുവന്ന് അവസാനിക്കണം. മൂന്നാമത്തത് ഒന്നുകൂടെ കാണിച്ചു തരാം. അല്ല, ഇതിനി ഒന്നാമത് വരുന്നില്ല. ഫസ്റ്റ് ഇങ്ങനെ പോവുക, ഒരു എസ് ആക്കുക. ആ എസ്സിൻ്റെ ഇപ്പുറത്ത് താഴേന്ന് അടിയിൽ കൂടെ തിരിച്ച് വരിക. എന്നിട്ട് ഒരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ 1 2 മൂന്നാമത്തത് ഇവിടെ കൊണ്ടുവന്ന് അവസാനിക്കുന്ന രീതിയിൽ. ഓക്കെ, ഇനി അടുത്തത് ഇപ്പുറത്തേക്ക് പോയ സാധനമല്ലേ, അതിൻ്റെ മുകളിലേക്ക് ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ചെറിയൊരു റൗണ്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അവിടെ തന്നെ വീണ്ടും അടുത്തൊരു റൗണ്ട് കൊടുക്കുക. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെയും ഇങ്ങനെയും ഒരു 2 ലൈൻ, ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക, ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് 2 പെറ്റൽ കിട്ടി. ഇനി ഈ പെറ്റലിന് 1 2 ലെയർ വരച്ചു. ഇനി ഒബ്വിയസ്ലി അടുത്ത മൂന്നാമത്തെ ലെയർ നമ്മുടെ ഈ ഡിസൈനാണ്. എന്നിട്ട് നമ്മളുടെ ഈ പ്രിൻ്റില്ലേ, നമ്മൾ നേരത്തെ വരച്ച, അതായത് ഈ പൂവിൻ്റെ വേറൊരു വേർഷൻ, അതിൻ്റെ ഉള്ളിലും കൊടുക്കുക. ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ജോയിൻ ചെയ്തോളൂ. ഇനി ഇവിടെ നമുക്ക് ഒരു ഫ്ലവറും കൂടെ കൊടുക്കാം. കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം കേട്ടോ, പക്ഷേ ഇത് ഇങ്ങനെയാണ് ഒരു ഡിസൈൻ വരുന്നത്. അത് ഞാൻ 2 വീഡിയോ ആക്കിയിട്ടാണ്. നിങ്ങൾ മൾട്ടിപ്പിൾ വരച്ച് നോക്കുക, പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി. കലംകാരി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പെൻസിൽ കൊണ്ട് മാത്രം വരച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇനി ലാസ്റ്റത്തെ ഒരു ബോർഡർ ഫ്ലവറാണ് വരുന്നത് കേട്ടോ. ഇതൊരു ഫ്ലോറൽ ഡിസൈനാണ്. അത് ഇത്രയും ഗ്യാപ്പ് വേണം, 2 സ്കെയിലിൽ കൂടുതൽ ഗ്യാപ്പ് വേണം നമുക്ക്. ഫസ്റ്റ് ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ ഇങ്ങനെ പകുതി കൊടുത്താൽ മതി, നമ്മൾ കണ്ണൊക്കെ വരയ്ക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരു സി, ഇവിടെ നിന്ന് ഒരു സി കൊടുക്കുക. ഓക്കെ, ആ സീനെ നേരെ ഇവിടെ കൊണ്ടുവന്ന് വട്ടം, എന്നിട്ട് ഈ എൻഡിൽ നിന്ന് നടുവിലേക്ക് കൊണ്ടുവരിക. ഇതാ ഇങ്ങനത്തെ ഒരു ഉണ്ട പോലെ ഉള്ളൊരു ഫിഗർ കൊണ്ടുവരണം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും 2 ലെയർ വരച്ചു. അത് കഴിഞ്ഞ് അടുത്ത ലെയർ വരയ്ക്കുന്നത് ഇതിൻ്റെ മുകളിലാണ്, ഹെഡിലും. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ നിന്ന് ഇതാ ഇങ്ങനെ ഒരു കപ്പ് പോലെ 2 ഭാഗത്തേക്കും വരയ്ക്കുക. അവിടെ നിന്ന് വീണ്ടും ഒരു എസ് കൊണ്ടുവരാം, ഇങ്ങനെ കൊണ്ടുവന്നു. ഇങ്ങനെ നമുക്കൊരു പൂ പോലെയായി. ഇനി 1 2 3 ലൈൻ, 1 2 മൂന്നാമത്തത് ലൈൻ, 1 2 മൂന്നാമത്തത് ലൈൻ, ഇതാണ് ഒരു പൂ വരുന്നത്. ഓൾറൈറ്റ്, ഇനി ഇതിൻ്റെ ഈ ഭാഗമല്ലേ, ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഷാർപ്പായിട്ട് വന്നില്ലേ, ഇതിനെ ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവെക്കാം. താഴത്തേക്ക് 2 ഭാഗത്തേക്ക് ഓരോ ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഉള്ളിലേക്കും കൊണ്ടുവരിക, ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവരിക.
വീണ്ടും താഴത്തേക്ക്. അപ്പോൾ നമുക്കൊരു എക്സൊക്കെ ഇത്തിരി ഗ്യാപ്പിട്ട് വരച്ച് എങ്ങനെയുണ്ടോ അതുപോലെ ഉണ്ടാവും. ഇനി ഇതിലൊന്ന് റൗണ്ടഡാക്കി എടുക്കുക. താഴെ ലൈൻ ഇട്ടാണ്. ഇതാണ് ഒരു പൂവ്. എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ്, വരച്ച് നോക്കി തന്നെ ആവണം കേട്ടോ. നമ്മൾ ഫ്രീ ഹാൻഡിൽ വരയ്ക്കാൻ പഠിച്ചാലല്ലേ വലിയ വലിയ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിന് നമ്മൾ ലീഫ് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ കുറച്ച് ലോങ്കർ വൺസ് ആയിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും ഇതൊക്കെ ലീഫൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രയും വലുതൊക്കെ ബോർഡറായിട്ട് വരുമെന്ന്. യെസ്, കലംകാരിയിൽ ഇതെല്ലാം വരും ബോർഡറായിട്ട്. ഒരു ബോർഡർ ലെങ്ത് ഇതായിരിക്കും. ഇത് ക്യാൻ ബി ഇങ്ങനെ വരാം. ഒരു ബോണസ് പോയിന്റ്, നമുക്ക് ലീഫ് ഇനിയും വേറൊരു സ്റ്റൈലിൽ കൂടെ വരയ്ക്കാം, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റൈലല്ലാതെ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു സ്റ്റെം ആണെന്ന് വെച്ചോളൂ. ഞാൻ ഇവിടെ തന്നെ വരയ്ക്കാം കേട്ടോ, കുഴപ്പമില്ല. ഈ സാധനത്തിന് നമ്മളിതാ ഇങ്ങനെ കൊണ്ടുവരാം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ. എന്നിട്ട് ഇതാ ഈ അറ്റവും അതേപോലെ കൊണ്ടുവന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഈ അവസാനിക്കുന്ന ഭാഗത്ത് ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു സ്പൈറലിട്ട് കൊടുക്കും. എന്നിട്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വീണ്ടും നമ്മുടെ റാ കൊണ്ടുവന്നിട്ട് ഇവിടെ അവസാനിപ്പിക്കണം. ഈ സ്പൈറൽ ഈ ഉള്ളിലേക്കുള്ളത് തുടങ്ങുന്നതിൻ്റെ അവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം. ഇനി അടുത്തതും ഇതുപോലെ കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന്. നിങ്ങൾ ഇതൊക്കെ നന്നായി വരച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇങ്ങനെയും നമുക്ക് കലംകാരിയിൽ ലീഫ് വരയ്ക്കാൻ പറ്റും. താങ്ക് യു.